ഹായ്, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. എന്തെന്നാൽ ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് മാത്സിൽ ചോദിക്കുന്ന കൺസ്ട്രക്ഷനുകൾ, നിർമ്മിതികൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന, വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ ഒന്ന് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നമുക്ക് മാർക്കുകൾ കിട്ടുന്ന ഒരു കാര്യമാണ് നിർമ്മിതികൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുവാൻ സാധ്യതയുള്ള കൺസ്ട്രക്ഷനുകൾ, നിർമ്മിതികളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കോമ്പസും പെൻസിലും പ്രൊട്രാക്ടറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുത്ത് റെഡി ആയിട്ടിരുന്നോളൂ. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വരച്ചു പഠിക്കണം. 1-2 പ്രാവശ്യം വരച്ചു പഠിക്കണം. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യം നോക്കുക. ചോദ്യം ശ്രദ്ധിക്കുക. One side of a triangle is 8 centimeter and the two angles on it are 60 degree and 70 degree. അതായത് ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം 8 സെന്റിമീറ്ററും അതിനകത്തുള്ള ആംഗിളുകൾ, കോണുകൾ 60 ഡിഗ്രിയും 70 ഡിഗ്രിയും വീതമാണ്. Draw the triangle with the length of sides 1.5 times that is triangle and with the same angles. അതായത് വശങ്ങളുടെ നീളം എത്രയായിരിക്കണം? 1.5 മടങ്ങ് കൂട്ടണം. 1.5 മടങ്ങായിരിക്കണം. അതുപോലെ തന്നെ കോണുകൾ ഇതേ കോണുകളായിരിക്കണം. ഏതൊക്കെ? 60 ഡിഗ്രിയും 70 ഡിഗ്രിയും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ മെഷർമെന്റ് നോക്കുക. എത്രയാണ്? ഒരു വശം 8 എന്ന് തന്നിട്ടുണ്ട്. അതായത് ത്രികോണത്തിന് ഒരു വശം 8 ആണ്. ഇനി വരയ്ക്കാൻ പോകുന്ന അതിന്റെ 1.5 മടങ്ങായിരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 8 into 8 into 1 and 1/2. 1 and 1/2 നമുക്ക് സിമ്പിൾ ആയിട്ട് 3/2 എന്ന് എഴുതാം. ഓക്കെ, എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. 1 and 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 3/2 ആണ്. അങ്ങനെയെങ്കിൽ 8 into 3/2 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 8 into 3 24 divided by 2 24-നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 12 സെന്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. നമുക്ക് എത്ര കിട്ടും? 12 സെന്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. 1.5 ആണെങ്കിൽ എപ്പോഴും ഓർക്കുക 3/2 ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ്. നമുക്ക് ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ 1 into 2 2 പ്ലസ് ന്യൂമറേറ്റർ 1 into 2 2 1 3. ഡിനോമിനേറ്റർ സെയിം തന്നെ 3/2. ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ നിർമ്മിതി എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് അതുകൊണ്ട് 12 സെന്റിമീറ്റർ ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സ്കെയിൽ വെച്ചു 12 സെന്റിമീറ്റർ മെഷർ ചെയ്തു. 12 സെന്റിമീറ്റർ. ഓക്കെ, ഞാൻ ഇതിന് പേര് കൊടുക്കാണ്. നിങ്ങൾ അതിന് പേര് കൊടുക്കണം നിർബന്ധമില്ല. എനിക്ക് പറയാൻ എളുപ്പത്തിനാണ് ഞാൻ എന്ത് കൊടുത്തേക്കുന്നത്? പേര് കൊടുത്തേക്കുന്നത്. അപ്പൊ AB എന്നുള്ള പേര് കൊടുത്തു. AB എത്ര സെന്റിമീറ്റർ ആണ്? 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക കേട്ടോ. നമ്മൾ വരച്ച എന്ത് സാധനമാണെങ്കിലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തിയേക്കുക. 12 സെന്റിമീറ്റർ ആണ്. അതിനുശേഷം നമുക്ക് 60 ഡിഗ്രിയും 70 ഡിഗ്രിയും മെഷർ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്തെടുക്കാം? നമ്മുടെ സ്വന്തം പ്രൊട്രാക്ടറിനെ എടുക്കാം. ഇതാ A എന്ന് പറയുന്ന പോയിന്റിൽ എവിടെ കൊണ്ടുപോയി വെക്കുന്നു? നമ്മൾ ഇതിന്റെ സെന്റർ. ഓക്കെ, ഇതിന്റെ സെന്ററിൽ ഒരു വരയുണ്ട് അല്ലെ? അത് കറക്റ്റ് Aയിൽ കൊണ്ടുപോയി വെക്കുന്നു. വരയിലേക്ക് കൃത്യമായിട്ട് വെക്കുന്നു. എന്നിട്ട് വരയിൽ ഒരു 0 ഉണ്ടാകും. അവിടെ നിന്നാണ് എണ്ണി തുടങ്ങേണ്ടത്. എത്ര എണ്ണം? 60 ഡിഗ്രി നോക്കാം. 10 20 30 40 50 60. അവിടെ ഒരു മാർക്ക് ഇടുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്കെയിൽ എടുക്കാം. ദെൻ 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. എഴുതി വെച്ചേക്കാം. ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ്. ദെൻ ഇനി അടുത്ത് എന്ത് ചെയ്യണം? നമുക്ക് അടുത്ത ഒരു ആംഗിളും കൂടി ഉണ്ട് അല്ലെ? 70 ഡിഗ്രി ഉണ്ട്, 70 ഡിഗ്രി ഉണ്ട്. വീണ്ടും നമുക്ക് പ്രൊട്രാക്ടറെ എടുക്കാം. പ്രൊട്രാക്ടറെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ബിയിൽ വെക്കാം. ബിയിൽ കറക്റ്റ് ബിയിലാണ് വെക്കുന്നത്. നമുക്ക് ബിയിൽ വെച്ചു. ബിയിൽ വെച്ച ശേഷം എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. ഇവിടെയാണ് 0 ഉള്ളത്, വരയിലുള്ള 0. ഓക്കെ, 0. ദെൻ 10 20 30 40 50 60 70 ഡിഗ്രി. 70 ഡിഗ്രി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഇത് പോകും. 70 ഡിഗ്രി. One side of a triangle is 8 centimeter and two angles on it are 60 and 70.
നമ്മള് 70 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. അത്യാവശ്യം വലിയൊരു രൂപമാണ്. ഇത് നീട്ടി വരയ്ക്കുക. ഇവിടത്തെ എന്ത് ചെയ്യുക, നീട്ടി വരയ്ക്കുക. കാണുന്നില്ല, അങ്ങ് എത്തിയോ? അത് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു വശം എത്ര സെന്റിമീറ്റർ? 12 സെന്റിമീറ്റർ. ഇത് 60 ഡിഗ്രിയും ഇത് 70 ഡിഗ്രിയുമായിട്ടുള്ള ഒരു ത്രികോണം നമുക്ക് ലഭിച്ചു. കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചെറിയ കണക്കുകൾ മാത്രമേ ചെയ്യാനുള്ളൂ. അതായത് തന്നിരിക്കുന്ന അളവിന് ഇപ്പോൾ 8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 ടൈംസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 8 into 1 and 1/2. ഓക്കെ, അത് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? ചെയ്ത് കഴിഞ്ഞപ്പോൾ 12 എന്ന് കിട്ടി. 12 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. അതിൽ നമ്മൾ ആദ്യം 60 ഡിഗ്രി അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? 70 ഡിഗ്രി അടയാളപ്പെടുത്തി. ഓക്കെ, ദെൻ ഇനി അടുത്ത ഒരു കൺസ്ട്രക്ഷനിലേക്ക് നമുക്ക് പോകാം. അടുത്ത കൺസ്ട്രക്ഷൻ ഇതാണ്. ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് the same as those of the triangle shown below as the side scaled by 1 and 1/4. അതായത് ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലത്തെ തന്നെ ഒരു ത്രികോണം വരയ്ക്കണം. അതായത് 4 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ത്രികോണം വരയ്ക്കണം. ദെൻ അതിന്റെ സൈഡ് എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്? 1 and 1/4. ഓക്കെ, 1 1/4 ടൈംസ് ആയിരിക്കണം. ആദ്യം നമുക്ക് ഈ 1 and 1/4 നോക്ക്, ഓരോ സൈഡുകൾ എടുക്കാം. ഞാൻ ഇതിന് ABC എന്ന് പേര് കൊടുക്കുകയാണ്. ചെറിയ കണക്ക് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? AB നമ്മൾ പുതിയതായിട്ട് വരയ്ക്കാൻ പോകുന്ന ത്രികോണത്തിന്റെ AB കണ്ടുപിടിക്കാം. നിലവിൽ 4 ആണുള്ളത്. അതിന് 1 and 1/4 ടൈംസ് ആയിരിക്കണം. 1 and 1/4 ഇവനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. 1 into 4 4 4 plus 1 5 divided by 4. നോക്ക്, 1 into 4 plus 1 1 into 4 4 1 5. ഡിനോമിനേറ്റർ ചേർത്തിന് മാറ്റമില്ല. അതായത് താഴെ എഴുതുന്ന സംഖ്യകൾക്ക് എന്തില്ല, ഒരു മാറ്റമില്ല. അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. അപ്പോൾ 5/4. Look at here. ഈ 4 നമുക്ക് വെട്ടിക്കളയാം. മേളിലും താഴെ ഒരുപോലെ സംഖ്യ ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, 5 into 4 20, 20/4. വീണ്ടും നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഇനി അടുത്തത് BCക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വശത്തിന്റെ നീളമാണ് ഞാൻ നോക്കുന്നത്. 8 into 5/4. എവിടുന്ന 5/4 കിട്ടിയ? 1 and 1/4 ഞാൻ 5/4 ആക്കി അല്ലെ. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാലോ. 4 8 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. അപ്പൊ 2 into 5 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. ദെൻ അടുത്ത വശം എത്രയായിരുന്നു? 6 സെന്റിമീറ്റർ ആണ് അല്ലെ. AC is equal to 6 സെന്റിമീറ്റർ. അപ്പൊ 6 into 5/4. ഇവിടെ നോക്ക്, ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുമെന്ന് നോക്കിയേ. 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 2 4 2 3 6. വീണ്ടും നമുക്ക് എന്ത് കിട്ടി? 3 into 5 15/2. 15ന്റെ പകുതി എത്രയാണ്? 7.5 അല്ലെ. 7.5 സെന്റിമീറ്റർ. അപ്പൊ ഇനി നമ്മള് ത്രികോണങ്ങൾ വരയ്ക്കുമ്പോൾ അതിന്റെ അളവുകൾ ഏതൊക്കെയായിരിക്കും? 5 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 7.5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം നമുക്ക് BC വരയ്ക്കാം അല്ലെ. ഏറ്റവും നീളം കൂടിയ വശം അതാണ്. അതുകൊണ്ട് നമ്മൾ സ്കെയിലില് ഇത് കണ്ടോ, തുടക്കത്തിലുള്ള വര അല്ലെ, വലിയ വരയിൽ കുത്തി 10 സെന്റിമീറ്റർ ഉണ്ടോ? 10 സെന്റിമീറ്റർ കറക്റ്റ് എന്ത് ചെയ്തു? നമ്മള് എവിടെ മെഷർ ചെയ്തെടുത്തു? കോമ്പസ് മെഷർ ചെയ്തെടുത്തു. ഓക്കെ, ഇനി കോമ്പസിൽ മെഷർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ വരയല്ലേ, ആദ്യത്തെ വര നമുക്ക് സ്കെയിലിൽ തന്നെ വരച്ചേക്കാം. ഓക്കെ, ആദ്യത്തെ വര നമ്മള് സ്കെയിലിൽ തന്നെ വരച്ചു. BC എന്ന് പേര് കൊടുത്തു. ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ ആണ്, 10 സെന്റിമീറ്റർ ആണ്. ദെൻ അടുത്ത വശങ്ങളൊക്കെ നമുക്ക് കോമ്പസ് തന്നെയാണ് എടുക്കേണ്ടത്. ഇനി AB വരയ്ക്കാം. അത് എത്രയാണ്? 5 സെന്റിമീറ്റർ. എവിടെയാണ്? ഈ അറ്റത്ത് കേട്ടോ, അവിടെ കുത്തി. അതിനുശേഷം 5 സെന്റിമീറ്റർ നോക്കി 5 സെന്റിമീറ്റർ മാർക്ക് എടുത്ത ശേഷം Bയിൽ കുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ചാവോ അല്ലെങ്കിൽ ആർക്ക് വരച്ചു. ഓക്കെ, നന്നായിട്ട് തന്നെ വരയ്ക്കുക. ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നതെന്ന് നോക്ക്.
ഇനി എന്ത് അടുത്ത നീളം എത്രയാണ്? 7.5 ആണ്. 6 പകരം 7.5 ആണ്. ദേ പറഞ്ഞ പോലെ തന്നെ അവിടെ കുത്തി 7.5 നോക്ക്, 7.5 ഷാർപ്പ് 7.5 എടുത്തു. ദെൻ സിയിൽ കുത്തിയിട്ട് എന്ത് ചെയ്തു? അതിനെ കട്ട് ചെയ്തു. ഈ പോയിന്റ് നമുക്ക് എ എന്ന് കൊടുക്കാം. ഇനി ഇതെല്ലാം ജോയിൻ ചെയ്യുക. ഞാൻ AC ജോയിൻ ചെയ്ത് വരയ്ക്കാണ്. AC ജോയിൻ ചെയ്തു. ദെൻ AB എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. എന്നിട്ട് ഇതിന്റെ അളവുകളൊന്ന് എഴുതി വെക്കണം കേട്ടോ. ദാറ്റ് ഇസ് 7.5 സെന്റിമീറ്റർ ആൻഡ് ദിസ് ഈസ് 5 സെന്റിമീറ്റർ. പെർഫെക്റ്റ്. കിട്ടിയില്ലേ? കൺസ്ട്രക്ഷൻ വെരി സിമ്പിൾ. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യണം? വരച്ച് തന്നെ പഠിക്കണം. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ഓക്കെ, വരച്ചു വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിക്കാൻ വേണ്ടിയിട്ട്. കേട്ട് പഠിക്കരുത്. കേട്ട് പഠിച്ചാൽ നമ്മൾ പോയി വരയ്ക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ അടുത്ത കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. കുറച്ച് വലിയ കൺസ്ട്രക്ഷൻ ആണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്കൊക്കെ സുഖമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നോക്കാം. Draw the quadrilateral with the same angles as this and side scaled by 1 and 1/2. ഇവിടെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതേപോലെ ആ രൂപം തന്നെ എന്ത് ചെയ്യുക? വരയ്ക്കുക. ദെൻ അതിന്റെ സൈഡുകൾ എങ്ങനെയായിരിക്കണം? 1 and 1/2 ടൈംസ് ആയിരിക്കണം. ഒന്നര മടങ്ങ് 1.5 മടങ്ങ് ആയിരിക്കണം. നമുക്ക് തൽക്കാലം പേര് കൊടുക്കാം. ABCD. ഓക്കെ, ദെൻ AB കറസ്പോണ്ടന്റ് ആയിട്ട് ഇപ്പൊ 1 and 1/2 ആണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. 1/2 നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഭാഗത്തിന്റെ നീളം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. AB കറസ്പോണ്ടിങ് ആയിട്ടുള്ള വശം AB ഈക്വൽ ടു തന്നെ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 4 × 4 × 3/2. കാരണം 1 and 1/2 പകരം എന്താണ് നമ്മൾ എടുക്കുന്നത്? 3/2 ആണ്. തൊട്ട് കൊല്ലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഈ 2 ഈ 4 വെട്ടാം അല്ലെ. 2 4 എത്ര പ്രാവശ്യം പോകും? 2 2 ആണ് 4. 2 × 3 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി AB നമ്മൾ 4 പകരം 6 സെന്റിമീറ്റർ ആയിട്ടാണ് വരയ്ക്കുക. ഇനി അടുത്തത് BC ആണ്. BCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന ഏതാണെന്ന് നോക്കാം. BCന്റെ നീളം എത്രയാണ്? 6 ആണ്. ദെൻ 1.5 മടങ്ങ് ആക്കേണ്ടത്, അതുകൊണ്ട് 3/2. 2ഉം 6ഉം കട്ട് ചെയ്യാം. 2 6ല് 3 ടൈംസ് 3 2s 6. 3 × 3 9 സെന്റിമീറ്റർ. അപ്പൊ BCനെ നമ്മൾ എത്ര സെന്റിമീറ്ററിലാണ് വരയ്ക്കുക? 9 സെന്റിമീറ്ററിലാണ് വരയ്ക്കുക. ഇനി അടുത്തത് CD ആണ്. CD എന്ന് പറയുന്നത് ഇതിന്റെ നിലവിലുള്ള നീളം എത്രയാണ്? 3 ആണ്. ഇൻറ്റു 3/2. ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. നോ പ്രോബ്ലം. 3 × 3 എത്രയാണ്? 9 ആണ്. 9/2. 9ന്റെ പകുതി എത്രയാ? 4.5. 4.5. അരയ്ക്ക് നമുക്ക് 0.5 എന്ന് എഴുതാം. ദെൻ CD കിട്ടി നമുക്ക്. ഇനി നമുക്ക് എന്ത് കിട്ടണം? AD കിട്ടണം. ദെൻ AD is equal to ADന്റെ നീളം എത്രയാണ്? 2. 2 × 3/2. ഈ 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒരാളെ കൂടി നമുക്ക് ആവശ്യമുണ്ട്. BD എന്ന് പറയുന്ന നീളം 5 ആണ്. 5 × 3/2. വെട്ടാൻ പറ്റില്ല, വെട്ടണ്ട, നേരെ ഗുണിക്കുക. 5 × 3 എത്രയാണ്? 15 ആണ്. 15/2 എത്രയാണ്? 15ന്റെ പകുതി 7.5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെഷർമെന്റും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ആദ്യം BC വരയ്ക്കാം അല്ലെ. BCന്റെ നീളം എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് സ്കെയിൽ എടുക്കാം. 9 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. ഓക്കെ, 9 സെന്റിമീറ്റർ BC എന്ന് ഞാൻ പേര് കൊടുത്തു. 9 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നത് എത്രയാണെന്നുള്ളത് 9 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഏത് വരയ്ക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് BD ആണ് വരയ്ക്കേണ്ടത്. നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ത്രികോണം നമുക്ക് വരയ്ക്കാൻ വേണ്ടി നോക്കാം. BD എത്രയാണ്? ഇവിടെ 5 ആണ്. നമ്മൾ ഇനി വരയ്ക്കേണ്ട എത്രയാണ്? 7.5 ആണ്. അപ്പൊ നമുക്ക് കോമ്പസിൽ എത്ര എടുക്കാം? 7.5 ആണ്. കറക്റ്റ് 7.5 നമ്മൾ എടുത്തു. ഇവിടെ കുത്തി. എവിടെ കുത്തി? Bയില്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മള് ഒരു ആർക്ക് വരച്ചു. കണ്ടോ? ഒരു ആർക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ നീളം CD 3 ആണ്. നമ്മൾ വരയ്ക്കുന്നിടത്ത് CD എത്രയാണ്? 4.5 ആണ്. 4.5 ആണ്. അപ്പോ 4.5 എടുത്തു. 4.5 സെന്റിമീറ്റർ. ഓക്കെ, 4 സെന്റിമീറ്റർ എടുത്തു. Cയില് വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു?
അതിനെ കട്ട് ചെയ്തു. അപ്പം എനിക്ക് എന്ത് കിട്ടി? ഡി എന്ന് പറയുന്ന ഈ പോയിന്റ് കിട്ടി. ഞാൻ അതൊന്ന് കൂട്ടി വരയ്ക്കാണ് കേട്ടോ. സി ഡി ഞാൻ കൂട്ടി വരച്ചു. ഓക്കെ, സി ഡി എത്രയാണ്? 4.5 ആണ്. then അടുത്തത് ഞാൻ ബി ഡി കൂട്ടി വരച്ചു. ബി ഡി എത്രയാണ്? 7.5 സെന്റിമീറ്റർ ആണ്. സോറി, ഇവിടെയാണ് വരിക കേട്ടോ. കറക്റ്റ് ആയിട്ട് വരയ്ക്കണേ, എന്റെ കൈ ഒന്ന് തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പോ 7.5 നമുക്ക് കിട്ടി. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് വരയ്ക്കണം, അല്ലെങ്കിൽ ഇനി AD വരയ്ക്കണം. ADക്ക് നീളം നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് സ്കെയിൽ എന്ത് ചെയ്യാം? 3 സെന്റിമീറ്റർ എടുക്കാം. 3 സെന്റിമീറ്റർ നമ്മൾ സ്കെയിൽ അളന്നെടുക്കാം. 3 സെന്റിമീറ്റർ നമ്മൾ സ്കെയിൽ എടുത്തു. നമ്മൾ ഡിയിൽ കുത്തി എന്ത് ചെയ്തു? ആർക്ക് വരച്ചു. ഓക്കെ, ഇവിടെ അല്ല കേട്ടോ അതിനെ കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് എന്ത് വരയ്ക്കണം? AB വരയ്ക്കണം. AB എത്രയാണ്? 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഓർക്കണേ, നമ്മളിപ്പോ വരച്ച ആർക്ക് ഇതാണ് നമ്മളിപ്പോ വരച്ച ആർക്ക്. ആ ആർക്കിനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആർക്കിന് എന്ത് ചെയ്തു? ഇവിടെ കട്ടായി. ഇനി കട്ടായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ എടുത്ത പോലെ തന്നെ 3 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ ഡിയിൽ കുത്തിയിട്ട് ഈ ആർക്ക് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കട്ടാവും. കണ്ടോ? കട്ടായത് കണ്ടോ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ദെൻ ഈ പോയിന്റ് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. ദെൻ AD ജോയിൻ ചെയ്യുക. AD ജോയിൻ ചെയ്തു. ദെൻ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ABയും ജോയിൻ ചെയ്യാം. ABയും നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ അളവുകളൊന്ന് എഴുതി വെക്കണം. 3 സെന്റിമീറ്റർ. AB എത്രയാണ്? 6 സെന്റിമീറ്റർ. ഇപ്പൊ ചിത്രത്തിൽ വരച്ച പോലെ തന്നെ, ഇതിൽ തന്നിട്ടുള്ള പോലെ തന്നെ ഒരു ഫിഗർ എന്ത് ചെയ്തു? കൃത്യമായിട്ട് അതിന്റെ 1.5 മടങ്ങ് വലുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. ക്ലിയർ ആയില്ലേ? ഓക്കെ, എല്ലാ കൺസ്ട്രക്ഷനും പോലെ ഞാൻ വീണ്ടും പറയാണ്, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വരച്ചു പഠിക്കണം കേട്ടോ. വരച്ചു നോക്കണം. 1-2 പ്രാവശ്യം വരച്ചു നോക്കണം. പിന്നെ നമുക്ക് എന്തുണ്ടാവില്ല? കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമുക്ക് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി തീർന്നില്ല ഈ ക്വസ്റ്റ്യൻ അല്ലെ. ഇതിന്റെ ബാക്കി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അല്ലെ. നോക്കിയേ, ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ആംഗിൾസ് ഡിഫറെന്റ് ഫ്രം ദിസ് ആൻഡ് സൈഡ്സ് ബൈ ഫാക്ടർ ഓഫ് 1 and 1/2. ഇതേപോലത്തെ തന്നെ ചിത്രമാണ്, പക്ഷെ ആംഗിൾസ് വേറെ ആയിരിക്കണം. ഇതിന്റെ കോണുകൾ ഇതേപോലെ തന്നെ ആയിരിക്കരുത് കോണുകള്, പക്ഷെ സൈഡുകൾ എങ്ങനെയായിരിക്കണം? ഇതേ സ്കെയിൽ ഫാക്ടർ, അതായത് 1 and 1/2 എന്ന് പറയുന്ന അതേ തോതിലായിരിക്കണം. അതായത് ഒരു വശം 6 ആയിരിക്കണം, അടുത്ത വശം 9 ആയിരിക്കണം, അടുത്ത വശം 4.5 ആയിരിക്കണം, അടുത്ത വശം 3 സെന്റിമീറ്റർ ആയിരിക്കണം. പക്ഷേ ആംഗിൾസിൽ വ്യത്യാസം വരണം, അതിന്റെ കോണുകളിൽ വ്യത്യാസം വരണം. അതായത് ഇങ്ങനെ തന്നെ ആയിരിക്കില്ല, എനിക്ക് ചെറിയ ഷേപ്പ് വ്യത്യാസം വരണം, പക്ഷെ സൈഡുകൾ മാറാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഒരു പ്രശ്നമില്ല. ഓക്കെ, സൈഡുകൾ ഇങ്ങനെ തന്നെ എടുക്കാം. ഇനി സൈഡ് അല്ലാതെ, വശമല്ലാതെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരാളുണ്ട് അല്ലെ. ആര്? ഇതിന്റെ ഡയഗോണൽ എന്ന് പറയുന്നത്. ഈ ഡയഗോണൽ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് വരുത്തിയാൽ മതി. ഡയഗോണൽ നമുക്ക് 7.5 എന്നാണ് ഇവിടെ ഉള്ളത് അല്ലെ. ആ 7.5 എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 8 സെന്റിമീറ്റർ ആക്കി ഒന്ന് വരച്ചു നോക്കാം. 8 എടുത്തോളൂ, ഒരു 0.5 കൂട്ടിക്കോ. ഓക്കെ, ഇതിന്റെ മൊത്തത്തിലുള്ള ഷേപ്പ് എന്ത് ചെയ്യും? മാറും. അതായത് അതിന്റെ കോണുകളിൽ മാറ്റം വരും. ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, റെഡി. അപ്പോ നമ്മുടെ അളവുകൾ ഓർമ്മയുണ്ടല്ലോ അല്ലെ. BC എത്രയായിരുന്നു? 9 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം BC വരച്ചു. 9 സെന്റിമീറ്റർ. അളവുകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. BC. അതിനുശേഷം നമ്മൾ എന്താണ് എടുത്തോണ്ടിരുന്നത്? 4.5 അല്ലെ. നമ്മൾ CD ആണ് വരച്ചോണ്ടിരുന്നത്. CD നമുക്ക് 4.5 എന്നാണ് കിട്ടിയത് അല്ലേ? ഓർമ്മയില്ലേ? 4.5. നേരത്തെ കുറച്ച് ചിത്രത്തിൽ നോക്കിയാൽ മതി. അപ്പോ ഞാൻ 4.5 CD അടയാളപ്പെടുത്തി ആർക്ക് വരച്ചു. ഓക്കെ, ഇനിയാണ് നമുക്ക് എന്ത് വരയ്ക്കേണ്ടത്? നമ്മുടെ ഈ ഡയഗോണൽ വരയ്ക്കേണ്ടത്. പക്ഷെ ഡയഗോണല് 7.5 വരെ എത്ര എടുക്കാനാ സാർ പറഞ്ഞ്? 8 സെന്റിമീറ്റർ. മാറ്റിയെടുത്താൽ മതി. ചെറിയ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ആംഗിൾ മാറും കേട്ടോ. വശങ്ങൾ മാറരുത്. എന്തിന്റെ മാറ്റാവുള്ളൂ? ഡയഗോണലിന്റെ മാറ്റണം. അപ്പൊ ഉദാഹരണം അവിടെ ഇരിക്കട്ടെ. നമുക്ക് 7.5 പകരമായിട്ട് 8 സെന്റിമീറ്റർ എടുത്തു. 8 സെന്റിമീറ്റർ എടുത്തു. നമ്മള് ബിയിൽ കണക്ട് ചെയ്തു, വരച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡി കിട്ടി. അപ്പോൾ മറ്റു മാറ്റങ്ങളൊന്നുമില്ല. ഡിയിൽ നിന്ന് നമുക്ക് സിയിലോട്ട് വരയ്ക്കാം. എത്രയാണ്? 4.5 സെന്റിമീറ്റർ. ദെൻ ബി ഡി എത്രയാണ് വന്നത്? ബി ഡി നമ്മൾ 7.5 പകരം ഇപ്പൊ എത്ര വരച്ചു?
8 വരച്ചു അല്ലെ, 8 സെന്റിമീറ്റർ. ഓക്കെ, വശങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. ഇനി അടുത്ത ഏത് എടുക്കണം? എ ബി. അതേപോലെ എടുക്കണ്ടേ, എ ബി എടുക്കണം. അതേപോലെ എ ഡി എടുക്കണം. എ ഡി എത്രയായിരുന്നു? 3 സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ ഡിയിൽ നിന്ന് നമുക്ക് 3 സെന്റിമീറ്റർ എടുത്ത് എ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. 3 സെന്റിമീറ്റർ എടുത്തു കേട്ടോ. ഡിയിൽ കുത്തി ആർക്ക് വരച്ചു. ഇതൊരു ആർക്ക് ആയിക്കോട്ടെ. ദെൻ എ ബി എത്രയായിരുന്നു? 6 സെന്റിമീറ്റർ. നമ്മുടെ പുതിയ ചിത്രത്തിൽ 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ എടുത്തു ഡിയിൽ നിന്ന് എയിലേക്ക് കട്ട് ചെയ്തു. നമുക്ക് എ കിട്ടി. നമുക്ക് എ ഡിയുടെ അളവിന് എന്തില്ല? മാറ്റമില്ല. എ ഡി എത്രയാണ്? 3 സെന്റിമീറ്റർ തന്നെയാണ്. എ ബി എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഒരു മാറ്റമില്ല. എ ബി എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ആണ്. ഒരു മാറ്റമില്ല. പക്ഷേ ആംഗിൾസ് എല്ലാം മാറി ഇല്ലേ? ആംഗിൾസ് മാറിയത് എങ്ങനെ മനസ്സിലാക്കാം? ഇതിന്റെ ഷേപ്പ് മാറി. നോക്കി, രണ്ട് ചിത്രങ്ങൾ നോക്കി. ഈ ചിത്രം പോലെ തന്നെയാണോ ഇതിരിക്കുന്നത്? നോക്കാം. നമുക്ക് അതിന്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. കണ്ടോ, രണ്ട് ചിത്രങ്ങളുടെ വ്യത്യാസം കണ്ടോ? ഇതും ഇതും ക്ലിയർ. അപ്പോ കൺസ്ട്രക്ഷൻസില് മെയിൻ ആയിട്ട് നമ്മുടെ സെക്കൻഡ് ടേമില് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക? ചെയ്തു പഠിക്കുക, മിടുക്കന്മാരായിട്ടിരിക്കുക, മിടുക്കികളായിട്ടിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.